ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ 4 പേരെയാണ് നോമിനേറ്റ് ചെയ്തത്. ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിനീത് ആർ.എസ്., ഡോക്ടർ എസ് ശ്രീകലാദേവി, സിന്ധു അന്തർജനം എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം. ഗോപാൽ ഷീല സനൽ, ആരെയൊക്കെയാണ് ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്? സുജയ, സംസ്കൃത സർവകലാശാലയിൽ 4 സിൻഡിക്കേറ്റ് അംഗങ്ങളെയാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധ്യാപക പ്രതിനിധികൾ എന്ന നിലയ്ക്ക് വിവിധ വിഭാഗങ്ങളിൽ, അതായത് സംസ്കൃതം, ഇൻഡോളജി, ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഭാഷകൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി 4 മുതിർന്ന അധ്യാപകരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. സംസ്കൃത വിഭാഗത്തിൽ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം സംസ്കൃത കോളേജ് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പലാണ്. അതോടൊപ്പം തന്നെ ഇൻഡോളജി വിഭാഗത്തിൽ ഡോക്ടർ വിനീത് ആർ.എസിനെയും, ഇന്ത്യൻ ഫിലോസഫി വിഭാഗത്തിൽ തിരുവനന്തപുരം NSS കോളേജിലെ അധ്യാപികയായിട്ടുള്ള ഡോക്ടർ എസ് ശ്രീകലാദേവിയെയും, ഇന്ത്യൻ ലാംഗ്വേജസ് വിഭാഗത്തിൽ ആലപ്പുഴ SD കോളേജിലെ അധ്യാപികയായിട്ടുള്ള സിന്ധു അന്തർജനത്തെയുമാണ് ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു ഉത്തരവ് രാജ്ഭവൻ പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ കേരള സർവകലാശാലയിൽ അടക്കം പല സർവകലാശാലയിലും രാജ്ഭവൻ നേരിട്ട് നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സംഘപരിവാർ അനുകൂലികളാണ് അവർ എന്ന തരത്തിലേക്ക് SFIയും അതോടൊപ്പം തന്നെ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് സംഘടനകളും അടക്കം പരസ്യമായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ഇവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്, ഇവരുടെ പശ്ചാത്തലവും ഇവരുടെ ചരിത്രവും എങ്ങനെയാണ് എന്ന സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലേക്കുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനോടൊപ്പം തന്നെ നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷമാണ് ചാൻസലർ ഇത്തരത്തിൽ അടുത്ത ഒരു സുപ്രധാന തീരുമാനം എന്ന നിലയ്ക്ക് ഈ 4 അംഗങ്ങളെ സംസ്കൃത സർവകലാശാലയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീല സനൽ.